ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞേക്കാണ്, മസ്ജിദ് നബിയിൽ ഒരിക്കൽ ഒരു ചങ്ങാതി അദ്ദേഹം കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതം തോന്നി. ഞാൻ അതിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അപ്പൊ ഇയാൾ ദുആ ചെയ്യാൻ, കരഞ്ഞ് ദുആ ചെയ്യാൻ. പക്ഷേ അടുത്തേക്ക് നമ്മളേക്ക് മനസ്സിലായി പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഏതോ വലിയന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, വലിയ കാക്കനെ രക്ഷിക്കണ രക്ഷിക്കും. അപ്പൊ ഷെയ്ഖ് പറയാൻ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നിട്ട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ഖുർആനിലെ ആയത്തുകൾ, പ്രാർത്ഥനയുടെ ആയത്തുകൾ ഷെയ്ഖ് പറഞ്ഞു 1, 2 കുറേ ആയത്തുകൾ ഓതിക്കൊടുത്തു. പിന്നെ ഹദീസുകൾ ഓതിക്കൊടുത്തു. അദ്ദേഹം ഇതൊക്കെ നിശബ്ദനായി കേട്ടിരിക്കാൻ. ഒരു പ്രതികരണം കാണാതായപ്പോൾ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചു, മതത്തറ, എന്താ നിന്റെ അഭിപ്രായം? അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഓതിയിട്ട് നീ എന്നോട് ചോദിക്കണം എന്റെ അഭിപ്രായം എന്താ? അദ്ദേഹം പറയാൻ, മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഇതൊന്നും കേട്ടിട്ടില്ല, എനിക്കിതൊരാൾ പറഞ്ഞു തന്നിട്ടില്ല. ഇതുവരെ നോക്കൂ, തെളിവ് മതി. മുസ്ലിമീങ്ങളിൽ പലർക്കും അറിയില്ല ഇതാണ് ദീനെന്ന് വിചാരിച്ചിട്ട് ഈ കൗമ് ജാറത്തിലും മഖ്ബറയിലും പോയിരിക്കുന്നത്. അവരോട് ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള അതാണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാനാണ്. ഒരു കാര്യമില്ല. എത്രയോ ഉമ്മമാർ പാവങ്ങൾ ഒരു നിസ്കാരം പോലും മുടക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ആളുകൾ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടാണ് ഈ പോകുന്നത്. നമ്മൾ ആരെങ്കിലും ഒരു ആയത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നത് എത്ര വലിയ കുറവാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്ര വലിയ അതിക്രമവുമായിട്ടാണ് ഇവർ പോകുന്നത്. സഹോദരങ്ങളെ, തൗഹീദ് അറിയാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ്. അവർക്ക് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, കളിയാക്കരുത്. പലർക്കും അറിയില്ല. നിങ്ങൾ കളിയാക്കി കഴിഞ്ഞാൽ അവർ അകന്നു പോവാണ് ചെയ്യുക.